ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗത്തിനെ കുറിച്ചിട്ടാണ്. ഈ രോഗം പരത്തുന്ന ഒരു കീടാണുവിന്റെ പേരാണ് ടോക്സോപ്ലാസ്മോഗാൻഡിയായി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിൻ ആയിട്ട് വരുന്നതിനുള്ള ഒരു കാരണം പൂച്ചയാണ്. അപ്പോൾ ഇത് തന്നെ പൂച്ച കാരണം ഉണ്ടാവുന്ന ഒരു രോഗം, അല്ലാന്നുണ്ടെങ്കിൽ പൂച്ചപ്രേമം ഒരു രോഗം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. പൂച്ചപ്രേമം കൊണ്ട് മെയിൻ ആയിട്ട് വരുന്ന ഒരു രോഗമാണ്. അതേപോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് വരാനായിട്ട്, നമുക്കത് വഴിയേ പറയാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കീടാണു അത് വേറൊരു ജീവികളുടെ ഉള്ളിൽ ജീവിക്കുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. ഇതിന് എന്താ പറയാ, റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റിന്റെ ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ എല്ലാത്തിന്റെ മുകളിലും ഇത് പെരുകാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെക്ഷലി റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പൂച്ചയുടെ എന്താ പറയാ ഉള്ളില് ഇതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോ ഈ സാധനം എന്ത് ചെയ്യും, ബ്രെയിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഈ ജീവികളുടെ, അതായത് എലി, പൂച്ച അതേപോലുള്ള ജീവികളുടെ ബ്രെയിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിന്റെ സംഭവം നടക്കുന്നത്. അല്ലാതെ ഒരു ഓർക്കസ്ട്ര ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പറ്റിയിട്ട് അങ്ങനെ ഒരു ലെവലിലോട്ട് എത്തുന്നത്. മനുഷ്യന്മാർക്കും ഇത് ബാധിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ വേൾഡ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% ആളുകൾ ഈ ഒരു രോഗം, അതായത് ഈ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രോഗം ബാധിച്ച ആളുകളാണ്. അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ 95%, അതായത് പൂച്ച വളർത്തൽ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിൽ 95% വരെയും, പിന്നെ ഏറ്റവും കുറഞ്ഞ ഒരു ഭാഗത്ത് 20% വരെയും നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗം കാണപ്പെടും. ഇതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, മനസ്സിലാകുക പോലും ഇല്ല കുറെ ആളുകൾക്ക്. ഇത് ചെറിയൊരു ഫ്ലൂ പോലെ ഉണ്ടാവും, അതും ഉണ്ടാവാതിരിക്കാം. അതാണ് ഫിസിക്കലി ഉള്ള സിംറ്റംസ്. ഒരു ഫ്ലൂ, ചെറിയൊരു തളർച്ച, അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല, വല്ല കാലത്തൊക്കെ ഉണ്ടായി. അത്ര ഉള്ള ഒരു സംഭവം ഇതിന്റെ ഫിസിക്കലി കാണുന്ന ഒരു സംഭവം. പക്ഷെ ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ മെന്റൽ സൈഡിലാണ് വരുന്നത്. ഈ ടോക്സോപ്ലാസ്മ നമ്മളുടെ ബ്രെയിനിൽ കയറി കൂടിയിട്ട് നമ്മളുടെ സ്വഭാവം ആകെ സീനാക്കും, കൂടെ ടെററാക്കും. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താ പറയാ, ഈ സാധനത്തിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയണം. അപ്പൊ നമുക്കിനി ലൈഫ് സൈക്കിൾ നോക്കാം. ഈ പാരസൈറ്റിന് എല്ലാത്തിലും, അതായത് ഏതൊരു ഹോസ്റ്റിന്റെ ഉള്ളിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പൂച്ചയുടെ ഉള്ളിൽ മാത്രമേ ഇതിനുള്ളിൽ എന്താ പറയാ, ഇതിന് സെക്ഷലി റീപ്രൊഡക്ഷൻ നടക്കാൻ സാധിക്കുള്ളൂ. പൂച്ചയുടെ അകത്ത് മാത്രം. ഇതിന്റെ ഓഫ് സ്പ്രിങ്ങിനെ ഓസിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു പൂച്ച ഏകദേശം 100 മില്യൺ ഓസിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ഒരൊറ്റ പൂച്ച ഉണ്ടാവും, ഒരു പൂച്ചയുടെ കണക്കാണ് പറയുന്നത്. അത്രയും അണുക്കൾ ഒരു പൂച്ച പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതില്. പിന്നെ ആക്സിഡന്റലി ഈ സാധനം ഒരു എലിയുടെ ഉള്ളിലെത്തി വിചാരിക്കുക, അതായത് പൂച്ചയുടെ എര എന്ന് പറഞ്ഞാൽ എലിയുടെ ഉള്ളിലോട്ട് ഈ സംഭവം അറിയാണ്ട് പൂച്ചയുടെ പാത്രത്തിന്റെ അവിടുന്നോ എവിടെന്നെങ്കിലും ഒക്കെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിയുടെ ടിഷ്യൂസിൽ ഇത് ഡാമേജസ് വരുത്തും. അപ്പൊ പിന്നെ എലിയുടെ കിളിയാകെ പോകും എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എത്തും. അതായത് സാധാരണ എലിയുടെ ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചനെ കാണുമ്പോൾ ഓടണം, അല്ലാന്നുണ്ടെങ്കിൽ പൂച്ചനെ കാണുമ്പോൾ മാറി നടക്കണം. പക്ഷെ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിയുടെ കോൺസെൻട്രേഷൻ ഒക്കെ കുറയും. പിന്നെ പൂച്ചനെ കണ്ടാൽ വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താ പറയാ, ക്വിക്കായിട്ട് റിയാക്ഷൻ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് വളരെയധികം കുറയും. അപ്പോൾ നൈസായിട്ട് ഈസി ആയിട്ട് പൂച്ചക്ക് എലിനെ പിടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ ഈ സംഭവം വീണ്ടും എന്താ പറയാ പൂച്ചയുടെ ഉള്ളിലെത്തി ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ, ഇതിന്റെ ഒരു ലൈഫ് സൈക്കിൾ വരുന്നത്. ഇതിന്റെ എക്സാക്ട് ഒരു മെക്കാനിസം എന്താണെന്ന് ഇതുവരെ എന്താ പറയാ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഡോപ്പമൈന്റെ അളവ് വളരെയധികം കൂട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രത്യേകതര ഒരു എഫക്റ്റ് ആണ് ഇത് വരുത്തുന്നത് ബ്രെയിനിൽ. പിന്നെ ഈ ഓസിസ്റ്റ് നമ്മളുടെ ഉള്ളിലോട്ട് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് വൃത്തിയില്ലാത്ത വെള്ളം, അതേപോലെ തന്നെ കഴുകാത്ത പഴങ്ങള്, വൃത്തിയില്ലാത്ത ഫുഡ്, അതേപോലെ പൂച്ചയുടെ പാത്രം, പൂച്ചയുടെ ഫുഡ് കൊടുക്കുന്ന പാത്രം, അതേപോലെ തന്നെ അതിന്റെ എന്താ പറയാ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന സംഭവം. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനോട് പറയുന്നത് കേട്ടിട്ടില്ലേ, അതായത് പൂച്ചയുടെ കാര്യങ്ങളൊക്കെ നോക്കരുത്, അതായത് പൂച്ചനെ ക്ലീൻ ചെയ്ത് കുളിപ്പിക്കരുത്. അതൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻബോൺ അവരുടെ വയറ്റിലുള്ള ബേബിക്ക് ഇതിന് ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഓസിസ്റ്റ് ചില മീറ്റ്, അതായത് ചില മൃഗങ്ങളുടെ ഉള്ളിലെത്തിയിട്ട് നമ്മൾ ആ മീറ്റ് മര്യാദക്ക് വേവിക്കാതെ കഴിക്കാന്നുണ്ടെങ്കിലും നമുക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമ്മളുടെ ബ്രെയിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് നമുക്കൊരു ഡിപ്രഷൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇത് മെന്റൽ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫിസിക്കലാണ് ഞാൻ ആദ്യം ഫ്ലൂ അത്രയൊക്കെ വരുള്ളൂ. മെന്റൽ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയതായിട്ടൊരു ഡിപ്രഷൻ പോലെയൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ OCD എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ബൈപോളർ ഡിസോർഡർ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സാധനം, അത് വരാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ പോരാത്തതിന് കൂടുതലായിട്ട് ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. പോരാത്തതിന് ഈ കോൺസെൻട്രേഷൻ കുറയുക, അതേപോലെ തന്നെ എന്താ പറയാ ദേഷ്യം വരിക, ക്വിക്കായിട്ടൊരു റിയാക്ഷൻ എടുക്കുക, റിയാക്ഷൻ ടൈം കുറയുക, റിയാക്ഷൻ ടൈം കൂടുക, അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. അതായത് ഒരു ആക്സിഡന്റ് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3-ൽ 1 ആക്സിഡന്റ് നടക്കുന്ന ആൾക്കും, അതായത് 3 ആക്സിഡന്റ് നടന്ന് ആ 3 പേരിൽ ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. യെസ്,
ആ എലിയുടെ തലയിൽ കയറി കൊളാക്കിയ സാധനം തന്നെയാണ് നമ്മളുടെ തലയിലും കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാവാം പൂച്ചകളോട് എന്താ പറയാ ഒരുപാട് ആളുകൾ പൂച്ചനെ വളർത്താൻ ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ പൂച്ചയുടെ പിന്നാലെ പോകുന്നതും പൂച്ച 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 എന്ന് വിചാരിച്ച എന്താ പറയാ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഇതുകൊണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇപ്പോഴും സയന്റിസ്റ്റ് അത്രയും എന്താ പറയാ സയന്റിസ്റ്റുകൾ ഇതിനെ കുറിച്ച് പഠിച്ചവര് അത്രയും അങ്ങോട്ടൊരു കൺഫേംഡ് അല്ല. പിന്നെ വേറൊരു കാര്യം, ഈ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനത്തിന്, ആ ഒരു കീടാണുവിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ വേൾഡിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കീടാണുവാണെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. കാരണം അത് അതിന്റെ കാര്യങ്ങൾ പക്കയായിട്ട് നടത്താൻ അതിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോ ഹാറ്റ്സ് ഓഫ് ടു കീടാണു. അപ്പോൾ ആ കീടാണുവാണ് നമ്മുടെ വേൾഡിൽ ഏറ്റവും നല്ല കീടാണു. അപ്പോൾ 99.9% വന്നിട്ട് ബാക്കി വരുന്ന ഒരു സാധനമില്ലേ നമ്മളുടെ ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ 0.001% കീടാണു. അതാന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. എൻ്റെ ഒരു നിഗമനം ശരിയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കണം അല്ലെ, അതായിരിക്കും ഗായ്സ്. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും പൂച്ചപ്രേമികളാണോ? പൂച്ചപ്രേമികളാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പൂച്ചപ്രേമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നൈസായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പൂച്ചപ്രേമം കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് കമന്റ് ചെയ്തു, നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ പൂച്ചയുടെ അടുത്ത് കളിക്കുമ്പോൾ നൈസായിട്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മേ ബി നമുക്കൊന്നും വരില്ലായിരിക്കും, എന്നാലും ഇനി എങ്ങനെ വന്നാലും. ആൻഡ് ഇറ്റ്സ് മീ റസീ സൈനിങ് ഓഫ്.